നമ്മളിന്ന് പൂമല ഡാമിലേക്കാണ് പോയത്. പൂമല ഡാം വളരെ ഭംഗിയുള്ളൊരു ഡാമാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ 5 അണക്കെട്ടുകളാണ് ഉള്ളത്. ചിമ്മിനി, പീച്ചി, പിന്നെ പൂമല, വാഴാനി, പിന്നെ പെരിങ്ങൽകുത്ത്. ഇതിൽ പെരിങ്ങൽകുത്ത് ഒഴിച്ച് ബാക്കി എല്ലാ ഡാമിലും ഞാൻ പോയിട്ടുണ്ട്. പൂമല ഡാമിൽ എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല, അത്രയും ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ വീടിൻ്റെ അടുത്തായത് കൊണ്ടായിരിക്കും. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 12 കിലോമീറ്റർ ഉള്ളൂ പൂമല ഡാമിലേക്ക്. അപ്പോൾ അവിടേക്ക് ഞാൻ കുറേ വട്ടം പോയിട്ടുണ്ട്. പക്ഷെ എത്ര പോയിട്ടുണ്ടെങ്കിലും എനിക്ക് പിന്നെയും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഒഴുകി വന്നിട്ട് നമുക്ക് താഴെ കാണാൻ പറ്റും. അവിടേക്കൊക്കെ ആദ്യം ഇറങ്ങാനായിട്ട് പറ്റിയിരുന്നു. അവിടെ നമുക്ക് കാലൊക്കെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ഫിഷ് സ്പാ ഒക്കെ കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ അവരത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എന്തെങ്കിലും സേഫ്റ്റി റീസൺസ് കൊണ്ടായിരിക്കും. പൂമല ഡാം ഒരു കമ്പാരിറ്റീവ്ലി ചെറിയ ഡാമാണെന്നുണ്ടെങ്കിലും അതിന് ഷട്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഷട്ടറിൻ്റെ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിലായിട്ടാണ് ഷട്ടർ. അത് ചിലപ്പോൾ എല്ലാവരും കാണണമെന്നില്ല. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോള് ഷട്ടർ കാണണം, എവിടെ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത് എന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഈ 5 ഡാമുകൾ മാത്രമല്ല, ഇതല്ലാണ്ട് ചെറിയ ചെറിയ ഡാമുകൾ കുറേ ഉണ്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ. പിന്നെ നമ്മൾ പൂമല ഡാം കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ 2 ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. ഒന്ന് ചെപ്പാറ, അതൊരു വലിയൊരു നീണ്ടു കിടക്കുന്ന പാറയാണ്. അതിൻ്റെ മേലെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഈവനിങ്ങിൽ നല്ല രസമാണ്, കാറ്റ് കൊണ്ട് ഇങ്ങനെ നല്ല വ്യൂ ഉണ്ട്, നല്ല രസമാണ്. അത് ചെപ്പാറ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് വട്ടായി എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർഫാൾസ് ഉണ്ട്. അത് നമ്മൾ എപ്പോഴും പോകാറുള്ളതാണ്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് സമയം കിട്ടാഞ്ഞത് കൊണ്ട് പോകാനായിട്ട് പറ്റിയില്ല. നമ്മളിന്ന് പൂമല ഡാം കാണാൻ പോയതിന് വേറെ ഒരു പ്രത്യേക ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. എൻ്റെ മാമൻ അവിടെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ മാമനും കൂടിയും കാണാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അവിടെ പോയത്. ഹലോ, ഇതെന്ത് വരാ വന്നേ? ഇയാളെന്ത് വരാ വന്നേ? അപ്പൊ അറിയാണ്ട് അമ്പടി കൊച്ചാമിന് മാത്രം സർപ്രൈസ് കിട്ടിയില്ല. എല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നല്ലേ? മയിൽ, ഞാൻ എലഫന്റ് മയിൽ കണ്ടിട്ടുണ്ട്. എവിടെ? ആനമയിൽ. എവിടെ? അതിന് ഞാൻ വണ്ടിക്കകത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ കണ്ടതാ. ഇതെന്താ മഞ്ജു? ഇതൊരു I think it's a cricket frog. It's called the cricket frog. നല്ല ഭംഗിയുണ്ട് കേട്ടാ. കളഞ്ഞു ഞാൻ എവിടെ കളിയാ? നമ്മളതിന് ശേഷം മാമൻ സ്റ്റേ ചെയ്യണ ഒരു വീടുണ്ടായിരുന്നു സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ നമുക്ക് മയിലിനെയൊക്കെ കാണാനായിട്ട് കിട്ടി. പൂമലയിൽ എപ്പോൾ വന്നാലും നമുക്ക് മയിലിനെ കാണാൻ സാധാരണയായിട്ട് കിട്ടാറുണ്ട്. ഇതിപ്പോൾ ഒരു പെൺമയിലിനെയാണ് കണ്ടത്. പക്ഷെ നല്ല ഭംഗിയുള്ള ആൺമയിലിനെ വഴിയിൽ വെച്ച് കണ്ടു. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പാടം ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് കാണാനുണ്ട് ഒരു 2 കൊക്ക്. അത് എന്തോ ക്രൗഞ്ചോ അങ്ങനെ എന്തോ ഒരു സ്പെഷ്യൽ കൊക്കാണ്. നല്ല സൈസുള്ള ഒരു കൊക്കാണ്. അതിന് നമുക്ക് എത്ര സൂം ചെയ്തിട്ടും ശരിക്കും അതിൻ്റെ ഭംഗിയിൽ കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല വലിയൊരു കൊക്കായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോകാനൊരു ട്രൈ ചെയ്തു. അപ്പോഴേക്കും അത് പറന്നുപോയി.